ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്ക് ട്രെയിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ പേര് ബിറ്റ്ഗെറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ക്രിപ്റ്റോ ബേസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനകത്തൊരു സ്പെഷ്യൽ ഓപ്ഷൻ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, കോപ്പി ട്രേഡിംഗ് ആണ്. നിങ്ങൾക്കറിയാം, ഫോറക്സിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരു കോപ്പി ട്രേഡിംഗ് സംഭവം കണ്ടിട്ടുള്ളത്. ഈ ഒരു ക്രിപ്റ്റോ ബേസ്ഡ് പ്ലാറ്റ്ഫോംസിലൊന്നും അങ്ങനെ കോപ്പി ട്രേഡിംഗ് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, കോപ്പി ട്രേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്ചേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നോർമലായിട്ട് മറ്റ് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സെയിം രീതി തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതിനകത്തുണ്ട് സ്പോട്ട് മാർക്കറ്റും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റും. ഈ ഒരു ബിറ്റ്ഗെറ്റിന്റെ ജെന്യൂനിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 4ാമത്തെ റാങ്കിങ്ങിൽ ബിറ്റ്ഗെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള ജുവൻറ്റസിന്റെ സ്ലീവ് പാർട്ണറായിട്ട് ബിറ്റ്ഗെറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പേര് കേട്ടിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റ് എക്സ്ചേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു കോപ്പി ട്രേഡ് ഓപ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് കോപ്പി ട്രേഡ് എന്താ നോക്കാം. അതിന് മുന്നേ എങ്ങനെയാണ് ഈ ഒരു ബിറ്റ്ഗെറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോസ് മറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് വെസേരക്സും അതുപോലെ തന്നെ വോൾഡ് എന്നുള്ള എക്സ്ചേഞ്ച് ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വിഡ്രോ കൊടുത്തിട്ട് ഈ ഒരു ബിറ്റ്ഗെറ്റിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് P2P ട്രേഡിംഗ് ആണ്, പിയർ ടു പിയർ ട്രാൻസ്ഫർ. ഇത് നമ്മൾ ബിനാൻസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ബിറ്റ്ഗെറ്റിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കോപ്പി ട്രേഡിങ്ങിനെ പറ്റിയായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഈ ഒരു വീഡിയോന്റെ കണ്ടന്റ് തന്നെ. കോപ്പി ട്രേഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതിലിപ്പോൾ പോപ്പുലർ ആയിട്ട് കുറെ ട്രേഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുറെ ഉഡായ്പ ട്രേഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നല്ല ട്രേഡേഴ്സിനെ കണ്ടെത്താൻ എന്നുള്ളതാണ്. ഇവിടെ അതിനായിട്ട് സോർട്ടിംഗ് ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റാങ്കിങ് വൈസ് ഇപ്പോൾ സോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ വ്യക്തിനായിരിക്കും ഫസ്റ്റ് റാങ്കിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഫോളോവേഴ്സ് ബേസ്ഡ് എല്ലാം നമുക്ക് ഇവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ട് തോന്നിയത് നമ്മുടെ ROI നോക്കിയിട്ട്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ട് ട്രേഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. റാങ്കിങ് വൈസ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ട്രേഡേഴ്സിന് കിട്ടാൻ വളരെ പാടാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഫുള്ളായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 150/150, അതായത് 150 ആണ് ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു 150 ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു മെമ്പറിനെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് ഫില്ലാണ്. ഇപ്പോൾ എങ്ങാനും ഒരു സ്ലോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ സ്ലോട്ട് റിമൈൻഡർ കൊടുത്താൽ മതി. ആ ഒരു ഞാനിപ്പോൾ ഒരു ട്രേഡറിനെ ഇവിടെ സോർട്ട് ചെയ്തെടുക്കാൻ പോവാണ്. സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും ആദ്യം ചെക്ക് ചെയ്യണം. അതായത് പ്രീവിയസ്ലി നടത്തിയിട്ടുള്ള എല്ലാ ട്രേഡ്സും നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് മിക്കതും ഫുള്ളാണ്. ഇപ്പോൾ ഫുള്ളല്ലാത്തൊരു ട്രേഡറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. സ്റ്റഡി എന്നാണ് ഇയാളുടെ പേര്. ട്രേഡർ ഒരു ഷോർട്ട് ടൈം ട്രേഡർ എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി ട്രേഡർ ആണ്. അപ്പോൾ എപ്പോഴും ട്രേഡ് എടുക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ നമുക്ക് ROI വരുന്നത് 4000 ആണ്. അത് നല്ല രീതിയിൽ കൂടുതലാണ്. പിന്നെ ഓൾമോസ്റ്റ് 70 ട്രേഡ്സിൽ 67 ഗെയിൻസും അതുപോലെ തന്നെ 3 ട്രേഡ്സ് ലോസും ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തായാലും ട്രേഡ്സ് ജസ്റ്റ് നോക്കാം. എനിക്ക് നോക്കുവാണെങ്കിൽ നല്ല സ്റ്റഡി ഗ്രോത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, പൊസിഷൻ ഡ്യൂറേഷൻ, അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഫിറ്റ് ലെവൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0.3 USDT ആണ്. അത് 3 മിനിറ്റ് ആണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 7 മിനിറ്റ്, 4 മിനിറ്റ്, 14 മിനിറ്റ് ആണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ലോസ് വന്ന പൊസിഷൻ പുള്ളി ഓൾമോസ്റ്റ് 1 അവർ അടുത്തോളം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒരാൾ കൂടി നോക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഫുള്ളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ച് വിടാണ്. ഇപ്പൊ നമുക്ക് വേറൊരു ട്രേഡറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രേഡറിനെ നമുക്ക് എങ്ങനെയാണ് ഫോളോ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 23 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. 23 ഗെയിൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ഡ്യൂറേഷൻ നോക്കാം. അപ്പൊ ഇതെല്ലാം എനിക്ക് തോന്നുന്നു 13 അവർ, 16 അവർ, 1 ഡേ. അപ്പൊ അതായത് ഒരു ഷോർട്ട് ടൈം ട്രേഡർ ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ട്രേഡിംഗ് രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോളോ, അതായത് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോളോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ഫ്യൂച്ചേഴ്സിലൊക്കെ ആയിരിക്കും ട്രേഡ് എടുക്കുന്നത്. നമുക്കിവിടെ ഫോളോ മോഡിൽ എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതായത്
ഈ ഒരു നമ്മുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഫോളോ മോഡ് ഞാൻ ഇവിടെ ഒരു 20 USDT ആണ് കൊടുക്കുന്നത്. ഇത് ഫിക്സ്ഡ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 20 USDT ആയിരിക്കും എൻ്റെ ഇവിടെ മാർജിൻ വരുന്നത്. പിന്നെ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഫുള്ളി എക്സിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത്ര ശതമാനം പ്രോഫിറ്റും അതുപോലെ തന്നെ ഇത്ര സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ഒരു 2%, അതുപോലെ തന്നെ ടാർഗറ്റ് ഞാൻ ഒരു 4% കൊടുക്കുവാണ്. മാക്സിമം ഫോളോ ഞാൻ ഇവിടെ വീണ്ടും ഒരു 20 കൊടുക്കുവാണ്. നെക്സ്റ്റ് അടിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഫണ്ട് സ്പോട്ട് വാളറ്റിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ USDT M ആ ഒരു വാളറ്റിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി ചെയ്യുന്നില്ല. ഞാനിപ്പോൾ നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഞാനിത് കൺഫേം അടിക്കുകയാണ്. ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു കോപ്പി ട്രേഡർ ആയിട്ട് മാറി. ഇപ്പോൾ നിങ്ങളുടെ കോപ്പി ട്രേഡ്സിന്റെ ഡാഷ്ബോർഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി ട്രേഡ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഇതെല്ലാം എനിക്ക് തോന്നുന്നു മൊബൈലിൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ശ്രദ്ധിക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. കാരണം ഞാൻ അധികം ഈ ഒരു കോപ്പി ട്രേഡിംഗ് സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ഇതിനകത്ത് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒരു ട്രേഡർ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡർ ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് ചെയ്യുന്നവരെല്ലാം മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അവർക്കും തെറ്റ് പറ്റാം. അപ്പോൾ നിങ്ങൾ ഫണ്ട് ഇടുമ്പോൾ സൂക്ഷിച്ച് തന്നെ ഇടുക. ഒരിക്കലും നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണി ഫുള്ള് പോയിട്ട് ഇടരുത്. ഞാനിപ്പോൾ ഇട്ടത് നിങ്ങൾ കണ്ടതാണ്. ഓൾമോസ്റ്റ് 20 USDT മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ മാക്സിമം ഇടാണെങ്കിൽ തന്നെ ഒരു 100 USDT, അതായത് ഒരു 7,000 റുപ്പീസ് എനിക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു 7,000 റുപ്പീസ് ഇടുള്ളൂ. അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു കാര്യം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ബിറ്റ്ഗെറ്റ് പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കോപ്പി ട്രേഡിങ്ങിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഞാനത് പിൻ ചെയ്തിടാം. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോസ് കാണുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.